ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗ്രാനി 2 ഗ്ലിച്ചസ് ആണ്. 2 ആണോ 3 ആണോ അറിയൂടെ, ഏതെങ്കിലും ഗ്ലിച്ചസ് അങ്ങനെ ആയിരിക്കും. നമ്മൾ ഡേ 1 ഇവിടെ ആരംഭിച്ചിരുന്നത് ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ബെഡ് ട്രിക്ക് ചെയ്തിട്ട് വേണം ഗൈസ് പോകാൻ. ബെഡ് ട്രിക്ക് ചെയ്യണം, നമുക്ക് സെൻസിറ്റിവിറ്റി കൂട്ടിയിട്ടേക്കാം. ബെഡ് ട്രിക്ക് നമുക്ക് ചെയ്യണം. ഗൈസ്, നമ്മൾ ബെഡ് ട്രിക്ക് ചെയ്ത് നേരെ പോകുന്നത് നമ്മൾ ഈ ഒരു സ്ഥലത്തോട്ടാണ്. ഈ ഒരു സ്ഥലത്തോട്ട് പോയ ശേഷം നമ്മളിത് ഇങ്ങോട്ട് കയറണം. ഇങ്ങോട്ട് കയറിയ ശേഷം ജോസ്റ്റിക്ക് ക്യാരറ്റിന് പെട്ട് ഒരുമിച്ച് ആക്കി കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുന്ന സിൽവറിലിട്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ കുത്തി ഇരുന്നിട്ട് എനേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും വരാത്ത കുത്തി ഇരുന്ന് എനേച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ദൂരോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അമ്മച്ചി പോകുന്ന അങ്ങോട്ട് വേണം. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തള്ളച്ചി പിടിക്കും. ഓക്കെ, നമുക്കിനെ നോക്കിയിരിക്കാം അങ്ങോട്ട്. ഈ പ്രാന്തി വാടി കളവി ഈ കളവിക്കുന്നത്. അതാ വന്ന് തുന്തുറും എന്നെ തിന്നാൻ വേണോ? ഞാൻ എന്താ വരുന്നു, എന്നെ തിന്നായിരുന്നു. തിന്നോ. എന്താ മുറിഞ്ഞിരിക്കുന്നുള്ളേ? ടേസ്റ്റൊക്കെ ഉണ്ടാ. അങ്ങനെ ഡേ 2 എന്ന് വെച്ചാൽ നമുക്ക് സ്പെഷ്യൽ കീ വേണം. സ്പെഷ്യൽ കീ ഉണ്ടെങ്കിൽ നടക്കും. ഓക്കെ, നമുക്കങ്ങനെ പോയിട്ടുണ്ട്. പോയെ ഓക്കെ ഗൈസ്, നമുക്ക് സ്പെഷ്യൽ കീ കിട്ടി. സ്പെഷ്യൽ കീ കൊണ്ട് നേരെ നമ്മൾ മേളിൽ വെക്കണം. സ്പെഷ്യൽ കീ വെച്ച ശേഷം നമ്മൾ സ്പൈഡറിൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് ഇരുന്നിട്ട് ഒരു കുത്തി ഇരുന്നിട്ട് എണീച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അവൻ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുക. അപ്പം നമുക്ക് കിട്ടുന്ന സാധനം കൊണ്ട് നമുക്ക് നേരെ മുക്കാം. അപ്പം നമുക്ക് പോവാം. കോള് വരുന്ന ഒരു എൻ്റെ ഉമ്മയാണ് വിളിക്കുന്നു. കൊട്ടായിപ്പോയില്ല, പക്ഷെ അവിനെ വിളിക്കുന്നു. കൊട്ടയ ഗെയിം കളിച്ചുകൊണ്ടിരിക്കാനായിട്ടാണ് അവിടെ വിളിക്കുന്നത്. മൊബൈൽ ഡേറ്റ ലോൺ ചെയ്ത് ഞാൻ ലോൺ ചെയ്ത് അണച്ചിട്ടുണ്ട്. തോന്നുന്നു ഓക്കെ ഗൈസ്, ബൈ. ഉദരരോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളോ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും എങ്കിൽ നിങ്ങൾക്ക് ഇതൊരു സന്തോഷ വാർത്ത. കരുനാഗപ്പള്ളി കിംസ് വലയത്ത് നിങ്ങൾക്കായി സൗജന്യ ശസ്ത്രക്രിയ ഒരുക്കിയിരിക്കുന്നു. സൗജന്യ ശസ്ത്രക്രിയയുടെ ഡീറ്റെയിൽസിനെ കുറിച്ച് നമ്മുടെ സാർ മാമുണ്ട്. എന്റെ പേര് ഫർഹാൻ യാസിൻ. ഞാൻ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡയറക്ടർ ആൻഡ് കോ ഫൗണ്ടറാണ്. സിന്ധു മാഡം നമ്മുടെ കൂടെ ഉണ്ട്. സിന്ധു മാഡം കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ ലിവർ ട്രാൻസ്പ്ലാന്റ് ആദ്യമായിട്ട് സർക്കാർ മേഖലയിൽ തുടങ്ങിയ ഡോക്ടറാണ്. മാഡമാണ് ഇന്ന് കിംസ് വലയത്തിന്റെ മെഡിക്കൽ ഡയറക്ടറും അതേപോലെ സർജിക്കൽ ഗ്യാസ്ട്രോഎൻട്രോളജി വിഭാഗം ലീഡ് ചെയ്യുന്നത്. ഉദര സംബന്ധമായ ക്യാൻസർ ബാധിച്ച ആൾക്കാർക്ക് സർജറി ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു പ്രത്യേക പദ്ധതി തന്നെ കിംസ് വലയത്ത് കരുനാഗപ്പള്ളിയിൽ നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. കിംസ് വലയത്ത് ആശ്വാസ പദ്ധതി എന്നാണ് നമ്മൾ അതിന്റെ പേരിട്ടിരിക്കുന്നത് തന്നെ. മാഡത്തിന്റെ ഒരു നേതൃത്വത്തിൽ മാഡത്തിന്റെ ഒരു പ്രോജക്റ്റ് ആയിട്ടാണിത്. ആദ്യത്തെ 100 പേർക്ക്, അതായത് ഉദരരോഗം സംബന്ധിച്ച് ക്യാൻസർ ഉണ്ട്, അവർക്ക് സർജറി ആവശ്യമുണ്ട്. പലയിടത്തും സർജറി അവർക്ക് പറഞ്ഞിട്ടുണ്ടാവാം. എന്നാൽ സാമ്പത്തികം ഇല്ലായ്മ കൊണ്ട് അവർക്ക് സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് സർജറി ചെയ്യാൻ പറ്റുന്നില്ല. സർക്കാർ ആശുപത്രിയിൽ അവർക്ക് ഡേറ്റ് കിട്ടുന്നുമില്ല. അത്തരത്തിലുള്ള 100 പേർക്ക് നമ്മുടെ ചാർജുകൾ കംപ്ലീറ്റ് ഒഴിവാക്കി, അതായത് ആശുപത്രി ചാർജും ഡോക്ടർ ചാർജും അനസ്തറ്റിസ്റ്റ് ചാർജും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അതിന് ഉപയോഗിക്കുന്ന മരുന്നും കൺസ്യൂമേഴ്സും മാത്രം വാങ്ങിച്ചുകൊണ്ട് മാഡത്തിന്റെ ടീം അംഗങ്ങൾ ഒരുമിച്ച് അത്തരത്തിൽ സർജറികൾ 100 പേർക്ക് ചെയ്യാൻ ഒരു പദ്ധതിയാണ് നമ്മൾ ഇന്ന് തുടക്കമിടുന്നത്. അതേപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന കടലാസം കൂടെ നിങ്ങൾ കരുതുക. നമ്മുടെ സർക്കാർ ആശുപത്രികളിലും RCC പോലുള്ള സ്ഥാപനങ്ങളിലും മറ്റു ഹോസ്പിറ്റലുകളിലും വെയിറ്റിംഗ് പീരീഡിൽ ഇരുന്നിട്ട് ക്യാൻസറിന്റെ സ്റ്റേജ് മാറിപ്പോകുന്ന ഒരുപാട് രോഗികളുണ്ട്. അപ്പൊ അത്തരം രോഗികൾക്ക് ചികിത്സ താമസം കൂടാതെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതും ഹൈ ക്വാളിറ്റി മിനിമലി ഇൻവേസീവ് സർജറി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറി, കീഹോൾ സർജറി എന്നൊക്കെ പറയുന്ന രീതിക്കുള്ള ക്യാൻസർ ചികിത്സകളിലൂടെ പാവപ്പെട്ട രോഗികൾക്ക് കൂടി നമുക്ക് സഹായം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ വളരെ സന്തോഷമേ ഉള്ളൂ. അപ്പം
ഇത്തരം സർജറി മാഡം താക്കോൽദാനം കൊണ്ട് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ? ചെയ്യാൻ പറ്റുന്നിടത്തോളം കീഹോൾഡ് തന്നെ ചെയ്തു കൊടുക്കാം. അപ്പം അവർക്ക് ആശുപത്രി വാസം അധികം ആവശ്യമില്ല, തിരിച്ച് പെട്ടെന്ന് ജോലിക്ക് പോകാനും സൗകര്യം. ഈ വീഡിയോ നിങ്ങളുടെ കൂടെയുള്ളവർക്കും നിങ്ങളുടെ പരിചയക്കാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. അത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുക. ഇതിന്റെ താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് വിളിക്കുക. വെളിപ്പുറത്ത് നമ്മുടെ ആൾക്കാർ നിങ്ങളെ സഹായിക്കാനുണ്ടാകും. അവർക്ക് ഡോക്ടറെ കാണിക്കാനുള്ള കൺസൾട്ടിംഗ് ഫീസ് അടക്കം സൗജന്യമായിരിക്കും. ഈ ഒരു പദ്ധതി, ആശ്വാസ പദ്ധതി, കുറെ പേർക്കെങ്കിലും സഹായമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി. ഉദരരോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കായി മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ ഷെയറും ഒരു പുണ്യ പ്രവൃത്തിയായി മാറും.